സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CMന്റെ മീറ്റിംഗിൽ MLA എന്തായാലും ആ ഒരു പാർപ്പിട പദ്ധതിയുടെ ഫയൽ സമർപ്പിക്കണം എന്നുള്ള ഓർഡർ വരികയാണ്. ഇതറിയുന്ന ദേവികയാണെങ്കിൽ ആകെ മാനസികമായിട്ട് തകരുന്നുണ്ട്. വീണ്ടും വീണ്ടും പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഫയൽ വെച്ചിരിക്കുന്നതെന്ന്. സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭയുടെ കാല് പിടിക്കുന്നു. തനിക്ക് പറയാനുള്ളത് മാത്രമേ പറയാനുള്ളൂ. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ആ ഫയലിനെ കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന്. MLA സ്ഥാനം രാജിവെക്കുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ തന്നെ ദേവിക പറയുന്നു. ഇത് കേട്ട് പ്രഭാവതി ഒന്ന് പതറുന്നുണ്ട്. എന്തായാലും ശാരികയാണെങ്കിൽ ഗിരീഷിനെ കാണുകയും തന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടണം, അതിനു വേണ്ടിയിട്ട് നന്ദേട്ടനെ ഇങ്ങനെ കയറയച്ചു വിട്ടാൽ ശരിയാവില്ല എന്നും നന്ദേട്ടനെ കണ്ട് രണ്ടടി പൊട്ടിക്കണമെന്നൊക്കെ പറയുന്നു. പിന്നീട് ശാരിക രജനിയുമായിട്ട് തർക്കത്തിലാവുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ സിദ്ധാർത്ഥന്റെയും നന്ദന്റെയും പൊതുശത്രുവായിട്ടുള്ള ആ മീഡിയക്കാരൻ നന്ദനും ഇസബലയുമുള്ള ഹോം സ്റ്റേയിൽ ആ റൂമിൽ കയറി അവരോട് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരറിയാതെ ഒരു വീഡിയോയും എടുക്കുന്നു. എന്നിട്ട് അത് ചന്ദ്രമതിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഫയലിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ദേവികയ്ക്ക് മറ്റൊരു ദുരന്ത വാർത്ത. ചന്ദ്രമതിയാണെങ്കിൽ ആ വീഡിയോ കണ്ട് ഞെട്ടുന്നു. എന്നിട്ട് ദേവികയോട് തന്നെ ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് ശരിക്കും നന്ദന്റെ ഈ ഒരു നിലപാടിലൊന്നും തന്നെ യോജിക്കാനായിട്ട് കഴിയുന്നില്ല. ദേവിക തന്റെ സ്വന്തം മകളായതുകൊണ്ട് തന്നെ മകളുടെ ജീവിതം തകർന്നു പോകുന്നത് അവർക്ക് കണ്ടു നിൽക്കാനും കഴിയുന്നില്ല. പ്രഭയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദേവികയെ വിളിച്ച് ചന്ദ്രമതി പറയുന്നുണ്ട്, തനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്നും ഒരിക്കലും തകർന്നു പോകരുതെന്നും പഴയ ദേവികയല്ലെന്നും ആന്റിക്ക് എന്തുണ്ടെങ്കിലും ധൈര്യത്തോടെ പറയാമെന്നൊക്കെ പറയുന്നു. അന്നത്തെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പരന്നൊരു വീഡിയോ അതിനെ മറ്റൊരു രൂപത്തിൽ പരക്കാനായിട്ട് പോകുന്നു. എന്തുകൊണ്ടും സൂക്ഷിക്കണം മോളെ. ആന്റി എന്തൊക്കെയാ പറയുന്നത്? നന്ദൻ ഇപ്പൊ എവിടെയാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം ആന്റി, ഇസബല്ലയ്ക്കൊപ്പമാണ്. ഇസബല്ലയ്ക്കൊപ്പം എവിടെ? അത് അതറിയില്ല ആന്റി, അത് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കെന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ദേവിക്ക് ശരിക്കും വല്ലാത്തൊരു ഷോക്കിംഗ് ആണ് ഉണ്ടാവുന്നത്. താൻ അത്രയേറെ വിശ്വസിച്ച് സ്നേഹിച്ച തൻ്റെ ഭർത്താവ്, അവൻ മറ്റൊരു പെണ്ണിനോടൊപ്പം ഒരു റൂമിൽ, അതും ഇസബല്ലയാണെങ്കിൽ ഒരു ഭർത്താവിനെ പോലെ ചേർത്ത് പിടിച്ചിരിക്കുന്നു നന്ദനെ. ഒരിക്കലും ദേവിക്ക് ആ കാഴ്ച അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവളാണെങ്കിൽ വാവിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി പറയുകയാണ്, വിഷമിക്കാതെ മോളെ. ഇല്ല ആൻറ്റി, എനിക്ക് വിഷമമില്ല. എന്നെ ചതിച്ച എല്ലാവരോടും എനിക്ക് പകരം ചോദിക്കണം. നന്ദുവിന് എന്തായാലും അവൻ്റെ പുറകെ ഞാൻ പോവാൻ നിൽക്കുന്നില്ല. അല്ല, ഇപ്പോൾ അവരെവിടെയാണ്? അവരിപ്പോൾ ഹോം സ്റ്റേയിലുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് എൻ്റെ ഫയൽ കിട്ടണം. ബാക്കി നന്ദു എന്താന്ന് വെച്ച് ചെയ്തോട്ടെ. അങ്ങനെ ദേവികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയി തന്നെയാണ് ചന്ദ്രമതിയോട് മറുപടി കൊടുക്കുന്നത്. ചന്ദ്രമതിക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ദേവി നേരെ ചെല്ലുന്നത് ഹോം സ്റ്റേയിലേക്ക് തന്നെയാണ്. ഈ സമയം സിദ്ധാർത്ഥം വിളിക്കുന്നുണ്ട്, മോളെ CMന്റെ മീറ്റിങ്ങിന്റെ സമയമായി. മോളിപ്പോൾ എവിടെയാ? നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? അച്ഛാ, ഈ ഫയലില്ലാതെ ഞാൻ എങ്ങനെയാ വരിക? എന്തായാലും ഫയൽ കിട്ടാനുള്ള ഓട്ടത്തിലാണ് ഞാൻ. അത് അധിക സമയം എടുക്കില്ല, അതിനുള്ളിൽ തന്നെ എൻ്റെ കൈവശം വരുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണെന്ന്. അച്ഛാ, ഫയല് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും, അതുമാത്രം അച്ഛൻ അറിഞ്ഞാൽ മതി. എന്തായാലും മറ്റൊന്നിനെ കുറിച്ചും ദേവിക ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു യാത്രയിലാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നു. ദേവിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ നന്ദനാണെങ്കിൽ ഇസബല്ലയ്ക്കൊപ്പം ആ ഹോം സ്റ്റേയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ഇസബല്ലയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദേവിയാണെങ്കിൽ ആ ഹോം സ്റ്റേയിൽ എത്തുന്നുണ്ട്. വരാനിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് നന്ദനാണെങ്കിൽ യാതൊരു ബോധവുമില്ലാതെയാണ് ഇരിക്കുന്നത്. കുറ്റബോധമുണ്ടെങ്കിൽ കൂടിയും ഇസബല്ലയുടെ ഓരോ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി കൊടുക്കുക എന്നല്ലാതെ നന്ദന് മറ്റൊരു മാർഗമില്ല. എന്തായാലും ദേവിക കാണാൻ പാടാത്ത കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നതും. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.